സ്വർണം മാത്രം വിൽക്കാനായിട്ടുള്ളൊരു സ്ഥലം, കോടികൾ വിലമതിക്കുന്ന നെക്ലേസുകൾ, ലോകത്തിലെ ഏറ്റവും വലിയ ഗോൾഡ് മാർക്കറ്റുകളിലൊന്ന്, മാത്രമല്ല ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ച സ്വർണ്ണവള, ഇവയെല്ലാം കാണാൻ പറ്റുന്നൊരു സ്ഥലം ഇന്ത്യയിലൊന്നുമല്ല, ഇങ്ങ് ദുബായിൽ. നമ്മളിന്ന് പോകുന്നത് ദുബായിലെ ഗോൾഡ് സൂക്കിലേക്കാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ദുബായ് മെട്രോയുടെ ഗ്രീൻ ലൈനിലെ അൽറോസ് മെട്രോ സ്റ്റേഷനിലാണ്. ഗോൾഡ് സൂക്കിലെത്താൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴി ഇതാണ്. മെട്രോയുടെ എക്സിറ്റ് 2 എടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് വെറും 5 മിനിറ്റ് മാത്രമാണ് നടക്കാനുള്ളത് ദുബായ് ഗോൾഡ് സൂക്കിലേക്ക്. മെട്രോ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ നമ്മൾ കണ്ടുവന്നിട്ടുള്ള ദുബായിയുടെ ഒരു ഫീൽ അല്ല ഇവിടെ കിട്ടുന്നത്. ഇത് ന്യൂ ദുബായ് അല്ല, ഇത് ഓൾഡ് ദുബായ് ആണ്. ചെറിയ വഴികൾ, പഴയ സ്റ്റൈൽ ബിൽഡിങ്, ചെറിയ കടകൾ, ഒറ്റ നിമിഷം കൊണ്ട് തന്നെ ഒരു വേറിട്ട ഒരു അനുഭവം. ഫൈനലി നമ്മൾ ഗോൾഡ് സൂക്കിൽ എത്തിയിരിക്കുകയാണ് ഫ്രണ്ട്സ്. ഇതൊരു സാധാരണ ജ്വല്ലറി ഷോപ്പുകളല്ല ഇവിടെ ഉള്ളത്. എല്ലാത്തിലും വെറൈറ്റി ഡിസൈനുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഗോൾഡ് മാർക്കറ്റുകളിലൊന്നാണ് ദുബായ് ഗോൾഡ് സൂക്ക്. സത്യം പറഞ്ഞാൽ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഓരോ ഡിസൈൻസും കണ്ടാൽ തന്നെ കണ്ണെടുക്കാൻ തോന്നില്ല. കാരണം അത്രയ്ക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ളതും മാത്രമല്ല വലിയ ബ്രൈഡൽ സെറ്റുകൾ, ഹെവി നെക്ലേസുകൾ, വലിയ വളകൾ, മോതിരങ്ങൾ, എല്ലാം വെറൈറ്റി തന്നെ. ഇപ്പോഴത്തെ ചില നെക്ലേസുകൾ 3 മുതൽ 4 കിലോ വരെ ഭാരമുണ്ടെന്ന് പറയുന്നു. വില കേട്ടാൽ ഞെട്ടും, കോടികളാണ്. ഇവിടെ ഗോൾഡ് സൂക്കിലെ സ്വർണത്തിൻ്റെ വില സാധാരണയായി ഡെയിലി ഗോൾഡ് റേറ്റിനനുസരിച്ചാണ് വരുന്നത്. മേക്കിംഗ് ചാർജ് ചില കടകളിൽ വ്യത്യസ്തപ്പെട്ടു വരും. ഈ മേക്കിംഗ് ചാർജാണ് ഓരോ കടകളെയും മറ്റു കടകളിൽ നിന്ന് വ്യത്യസ്തപ്പെടുത്തുന്നത്. നമ്മൾ ഗോൾഡ് സൂക്കിൽ പോയിട്ട് ഗോൾഡ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ മറക്കരുത്, എപ്പോഴും ബാർഗെയിൻ ചെയ്ത് മേടിക്കാൻ തന്നെ ശ്രമിക്കുക. അവിടെ നമുക്ക് മേക്കിംഗ് ചാർജ് കുറച്ച് കിട്ടാനായിട്ട് വളരെയധികം സഹായിക്കുന്നതാണ്. ഇവിടെ 18 ക്യാരറ്റ്, 21 ക്യാരറ്റ്, 22 ക്യാരറ്റ്, 24 ക്യാരറ്റ് ഗോൾഡ് ലഭിക്കുന്നതാണ്. മിക്കവരും 22 ക്യാരറ്റ് ആണ് വാങ്ങുന്നത്. ഇന്ത്യൻ ഡിസൈൻ, അറബിക് ഡിസൈൻ, ടർക്കിഷ് സ്റ്റൈൽ, ഇറ്റാലിയൻ ഫിനിഷിംഗ്, ഇതിലുള്ള എല്ലാ ഡിസൈനിലുമുള്ള ഗോൾഡ് ഇവിടെ ലഭ്യമാണ്. ഗോൾഡ് വിൽക്കുന്ന ഏരിയ അല്ലേ, അപ്പോൾ സേഫ് ആണോ എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരുവിധ ടെൻഷനും വേണ്ട. ഗോൾഡ് സൂക്ക് വളരെ സേഫ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. എപ്പോഴും CCTV സർവൈലൻസ് ഉണ്ട്, പോലീസിൻ്റെ പെട്രോളുണ്ട്. മാത്രമല്ല ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ഏരിയ കൂടിയാണ് ഇവിടെ. ഗോൾഡ് സൂക്ക് വിസിറ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ഈവനിങ് ആണ്. കാരണം ആ ലൈറ്റ് റിഫ്ലക്ഷൻസും ഗോൾഡിൻ്റെ ഷൈനും എല്ലാം കൂടെ കാണുമ്പോൾ ഒരു ഡിഫറെൻറ്റ് ബ്യൂട്ടിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗോൾഡ് സൂക്കിൽ വന്നാൽ അടുത്ത് തന്നെ സ്പൈസ് സൂക്കും പെർഫ്യൂം സൂക്കുമുണ്ട്. ദുബായ് ക്രീക്കിൻ്റെ അടുത്താണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ അബ്ര റൈഡ് എടുത്ത് വരിക എന്നുണ്ടെങ്കിൽ ഓൾഡ് ദുബായിയുടെ എക്സ്പീരിയൻസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നതാണ്. ഒരു ദിവസം കൊണ്ട് തന്നെ ഗോൾഡ് സൂക്കും സ്പൈസ് സൂക്കും പെർഫ്യൂം സൂക്കും എല്ലാം ഒരുമിച്ച് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഗോൾഡ് സൂക്കിൽ വരുമ്പോൾ നിങ്ങൾ മിസ് ചെയ്യാതെ കാണേണ്ട ഒരു കാര്യമാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ലോകത്തിലേക്കും വെച്ച് ഏറ്റവും ഭാരം കൂടിയ സ്വർണ്ണ മോതിരം. 63 കിലോയ്ക്ക് മുകളിലാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ച മോതിരം കൂടിയാണിത്. ഈ മോതിരത്തിൽ കൊടുത്തിരിക്കുന്ന സ്റ്റോണിൻ്റെ വെയിറ്റ് വരുന്നത് 5 കിലോയ്ക്ക് മുകളിലാണ്. പേര് ഗോൾഡ് സൂക്ക് എന്നാണെങ്കിലും ഇവിടെ ഡയമണ്ടും സിൽവറും വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. എനിക്ക് പേഴ്സണലി തോന്നിയത് ഗോൾഡ് സൂക്ക് ഒരു ഷോപ്പിംഗ് പ്ലേസ് മാത്രമല്ല, ഇത് ദുബായിയുടെ ഹിസ്റ്ററിയെയും കൾച്ചറിനെയും പറ്റി പറയുന്ന ഒരു ഭാഗം കൂടിയാണ്. വലിയ കെട്ടിടങ്ങളും മോഡേൺ ബിൽഡിങ്സും ഉള്ള ദുബായിയുടെ ഒരു ഭാഗത്തിൻ്റെ മറ്റൊരു സൈഡാണ് ഓൾഡ് ദുബായ്. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഗോൾഡ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നേരെ ഗോൾഡ് സൂക്കിൽ പോവുക, ബാർഗെയിൻ ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റി ഡിസൈനിലുള്ള ഗോൾഡ് വാങ്ങിക്കുക. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു ഹിറ്റ് ദ സബ്സ്ക്രൈബ് ബട്ടൺ ആൻഡ് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ദിസ് ഇസ് സാമ്യ ആൻഡ് ജയ്. ബൈ.